ഈശ്വരാ ജഗദീശ്വരാ ജ്ഞാനദീപ്തി തെളിയിച്ചു നീ മമ മാനസേ നിറയണമേ ജ്ഞാനദീപ്തി തെളിയിച്ചു നീ മമ മാനസേ നിറയണമേ സ്നേഹമായ സരസ്വതി സ്നേഹമായ സരസ്വതി ഭവനത്തിലും നിറയണമേ ഈശ്വരാ ജഗദീശ്വരാ ഈശ്വരാ ജഗദീശ്വരാ പ്രിയതരം മംഗളകരം തവ ശുദ്ധി ശ്രവണ മനോഹരം പ്രിയതരം മംഗളകരം തവ ശുദ്ധി ശ്രവണ മനോഹരം ഈശ്വരാ ജഗദീശ്വരാ ഈശ്വരാ ജഗദീശ്വരാ. To one and all present here. It gives me immense pleasure and pride to welcome you all to this much awaited and special occasion of Fine Arts Day. Today is not just any other college event. This program, in fact, marks a significant milestone in our college journey. A program like this, filled with such diverse activities, enthusiastic participation and unique themes, is entirely new to our college and has never been conducted for the past few years. First of all, I would like to express a warm welcome to Dr. Rajendra M., the convener of Fine Arts Day, for his support and guidance. Welcome, sir. We also extend our heartfelt welcome to our esteemed principal, Dr. K. K. Shivadasan, for being the driving force behind this event. Welcome, sir. A special welcome to the co-convener, Mr. Shijit P. and Dr. Rama Kandian, and all the dedicated members of the program committee whose planning and dedication have made this event possible. We also acknowledge and welcome the conveners of other various committees who have supported every step of this journey behind the scene. Our sincere welcome goes to all our members of faculty and non-teaching staff who are the backbone of our institution for this valuable support. Last but not the least, a very warm welcome to my dear friends whose energy, enthusiasm and participation truly made this event a meaningful one. So once again, I extend a warm welcome to each and everyone. Thank you. Chandana, second number C. Anjana, senior cycler, Asim sir, മറ്റൊരു സൂട്ട് പ്രിയപ്പെട്ട വിദ്യാർത്ഥി, നമ്മുടെ ഫൈൻ ആർട്സിൻ്റെ ഇന്ന് മുതൽ തുടങ്ങുന്ന ഫൈൻ ആർട്സ് ഡേയുടെ കോമ്പറ്റീഷനും അല്ലാതെയുമുള്ള പെർഫോമൻസിൻ്റെ പേര് ഇട്ടിരിക്കുന്നത് കലാരവം എന്നാണ്. ഇത് വിദ്യാർത്ഥികൾ തന്നെ സജസ്റ്റ് ചെയ്തിരിക്കുന്ന പേര്. കലാരവം ലഹരിക്കെതിരെ എന്നുള്ളത്. നമുക്കറിയാം ഇന്ന് ക്യാമ്പസുകളിൽ ഏത് രീതിയിലാണ് ലഹരിയുടെ ആധിക്യം എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. ഇവിടെ ഈ വർഷം എന്തുകൊണ്ടാണെന്ന് അറിയില്ല, വിദ്യാർത്ഥികൾ കോമ്പറ്റീഷനോട് ഒരു വിമുഖത കാണിക്കുന്നതായിട്ടാണ് കാണുന്നത്. അവസാനത്തെ ഒരു 3-4 ദിവസം ആയിട്ടാണ് അവർ ട്രാക്കിലേക്ക് വന്നത് തന്നെ. കാരണം അവർ കോമ്പറ്റീഷൻ എന്ന് പറയുന്നതിനോടുള്ള ഒരു താല്പര്യക്കുറവ്. പക്ഷേ മാഹി കോളേജിൻ്റെ ചരിത്രത്തിൽ ഈ കോമ്പറ്റീഷൻ എന്ന് പറയുന്ന ഈ മൂടുപടം ഉപയോഗിച്ചുകൊണ്ട് യഥാർത്ഥത്തിൽ ഇവിടെ സ്വയം സാക്ഷാത്കാരം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു കലാകാരൻ എന്നുള്ളതിൻ്റെ ചീരി മിനുക്കിയ ഒരു ഉയർച്ചയിലേക്ക് പോകുന്നതിനുള്ള ഒരു വെനുവായിട്ടാണ് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെ കണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഒരു വ്യക്തി എന്നുള്ള ഒരു ചെറിയൊരു സർക്കിളിനകത്ത് ജീവിച്ചു വരുന്ന, ആസ്വദിച്ചു വരുന്ന ഒരു കലാകാരൻ അല്ലെങ്കിൽ കലാകാരി, മനുഷ്യനെന്നുള്ള അനന്ത സാധ്യതയുള്ള ആ സാധ്യതയിലേക്കുള്ള ഒരു പൂർത്തീകരണമാണ് ഈ കലാരംഗത്തിലൂടെ മാഹി കോളേജ് ഇന്ന് ലക്ഷ്യം വെക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ആർട്സ് ഫെസ്റ്റിവൽ ഈ വ്യക്തികളുടെ, കലാകാരന്മാരുടെ ആത്മസാക്ഷാത്കാരത്തിലേക്ക് എത്തിച്ചേരട്ടെ എന്ന് ആശംസിക്കുന്നു. അതോടൊപ്പം തന്നെ ഇതിൻ്റെ പിന്നിൽ, അതായത് അവസാനമായിട്ട്
2-3 ദിവസങ്ങളിൽ ഇതിനു വേണ്ടി യത്നിച്ച എല്ലാ ഹൗസ് ക്യാപ്റ്റന്മാരെയും വൈസ് ക്യാപ്റ്റന്മാരെയും ഞാൻ അഭിനന്ദിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ പറയുന്ന സ്റ്റേജ് ഐറ്റം അതുപോലെ ഓഫ് സ്റ്റേജ് ഐറ്റം പോലുള്ള ഐറ്റങ്ങളിൽ ചുക്കാൻ പിടിച്ച എല്ലാ ടീച്ചേഴ്സിനെയും ഞാൻ അഭിനന്ദിക്കുകയാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഒരു പുതിയ കലാകാരൻ എന്നുള്ള ഒരു പുതിയ സാക്ഷാത്കാരത്തിലേക്ക്, സ്വയം തിരിച്ചറിവിലേക്ക്, സ്വയം പൂർത്തീകരണത്തിലേക്ക് ഈ വേദി എന്ന് പറയുന്നത് ആവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി. പ്രിയപ്പെട്ട അധ്യക്ഷൻ, പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ ഡോക്ടർ രാജേന്ദ്രൻ മാതമംഗലം, നമ്മുടെ വേദിയിലിരിക്കുന്ന സ്വാഗതവും നന്ദിയും പറയാൻ വേണ്ടി എത്തിയിട്ടുള്ള വിദ്യാർത്ഥി പ്രതിനിധികളായ ചന്ദന പ്രശാന്ത്, അഞ്ജന കെ, പ്രിയമുള്ള അധ്യാപക സുഹൃത്തുക്കളെ, അനധ്യാപക സുഹൃത്തുക്കളെ, പ്രിയങ്കരായ വിദ്യാർത്ഥിനികളെ, കഴിഞ്ഞ കുറേ വർഷമായി, പ്രത്യേകിച്ച് കൊറോണയ്ക്ക് ശേഷം നമ്മളിവിടെ നടത്തിക്കൊണ്ട് വന്നിരുന്ന ഇതിൽ നിന്ന് വ്യത്യസ്തമായ ഫൈൻ ആർട്സ് ഡേ നമ്മൾ ആഘോഷിക്കണമെന്നുള്ള നിലയിൽ വിദ്യാർത്ഥി പ്രതിനിധികളെ എല്ലാവരെയും വിളിച്ചു ചേർത്ത് മീറ്റിംഗ് കൂടിയപ്പോൾ അതവർ സമ്മതിക്കുകയും അതനുസരിച്ച് നമ്മൾ കൊറോണയ്ക്ക് മുമ്പ്, അതായത് 2018 മുമ്പ് എങ്ങനെയായിരുന്നു ഈ കോളേജിൽ മത്സരങ്ങൾ നടന്നിരുന്നത് എന്നുള്ളതിനെ തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമാണ് ഇന്ന് ഇവിടെ ആരംഭിക്കുന്ന മത്സരങ്ങൾ. ഇത് കൂടാതെ നമ്മൾ ഓഫ് സ്റ്റേജ് ഐറ്റം മത്സരങ്ങൾ ഇവിടെ നടത്തി കഴിഞ്ഞു. കുറേയധികം മത്സരങ്ങൾ, അതായത് എല്ലാ വിഷയങ്ങളിലുമുള്ള പ്രസംഗം, കവിതാ പാരായണം, കഥ, അതുപോലെ എസ്സേ റൈറ്റിംഗ്, ഇങ്ങനെ തുടങ്ങിയ പല മത്സരങ്ങളും ഇവിടെ നടന്നു കഴിഞ്ഞു. ഈ മത്സരങ്ങളെല്ലാം നടത്തുന്നത് കുട്ടികളെ 3 ഗ്രൂപ്പായിട്ട് തിരിച്ചുകൊണ്ടാണ്. ഈ 3 ഗ്രൂപ്പിൻ്റെയും ക്യാപ്റ്റന്മാരുടെ വലിയൊരു പ്രവർത്തനത്തിൻ്റെ റിസൾട്ടാണ് ഇവിടെ നമ്മുടെ ഓഫ് സ്റ്റേജ് ഐറ്റത്തിൽ കണ്ടത്, ഇനി നമ്മൾ കാണാൻ പോകുന്നത്. അതിനെല്ലാം ചുക്കാൻ പിടിക്കുന്നത് നമ്മുടെ പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ ഡോക്ടർ രാജേന്ദ്രൻ മാതമംഗലവും അദ്ദേഹത്തെ സഹായിച്ചുകൊണ്ട് 2 കോ കൺവീനറായ ഡോക്ടർ രമാ കണ്ടിയൻ ടീച്ചറും അതേപോലെ മിസ്റ്റർ ഷിജിത് മാസ്റ്ററും. അതുകൂടാണ്ട് പ്രോഗ്രാം കമ്മിറ്റിയിലുള്ള അനേകം കമ്മിറ്റി അംഗങ്ങളായ അധ്യാപകരും വിദ്യാർത്ഥികളും അനധ്യാപകരും ഉണ്ട്. ഇവരുടെയൊക്കെ ഒരു കൂട്ടായ പ്രവർത്തനത്തിൻ്റെ റിസൾട്ടുകളാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഒരുപക്ഷെ ഇവിടെ നമ്മുടെ അധ്യക്ഷ പ്രസംഗം പറഞ്ഞതുപോലെ പരിചയമില്ലാത്തതിൻ്റെ ഒരു കുറവ് അനുഭവപ്പെട്ടേക്കാം. കാരണം കുറേ നാളുകളായിട്ട് നമുക്ക് സ്റ്റേജ് ഐറ്റം മത്സരങ്ങളല്ലാതെ പെർഫോമൻസ് മാത്രമായി പോയതിൻ്റെ ഒരു ചെറിയ പരിചയക്കുറവ് തുടക്കത്തിലേ ഉണ്ടാവാം. കഴിഞ്ഞ 3-4 ദിവസമായിട്ട് മാത്രമാണ് കുട്ടികൾ ശരിക്കും ഈ പരിപാടിയുടെ യഥാർത്ഥ സ്പിരിറ്റിലേക്ക് വന്നിട്ടുള്ളത്. ആ സ്പിരിറ്റിലേക്ക് വരാൻ കാരണക്കാരായത് നമ്മുടെ ഹൗസ് ക്യാപ്റ്റന്മാരായ ഫത, ഐശ്വര്യ, മുഹമ്മദ് നസു, അവരുടെ കൂടെയുള്ള വൈസ് ക്യാപ്റ്റന്മാർ, മറ്റു കുട്ടികൾ, ഇവരെല്ലാവരുടെയും പ്രവർത്തനം കൊണ്ടാണ്. അപ്പോൾ ഇത്തരം ഒരു, നമുക്കറിയാം, ഒരു കലാലയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ വിദ്യാഭ്യാസവും കായികപരവും കലാപരവുമായ കഴിവുകളെയും കൂടി പുറത്തെടുക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാവണം. കുട്ടികളുടെ വെറും പെർഫോമൻസ് ആകുമ്പോൾ അവരുടെ കലാപരമായ കഴിവുകളെ മത്സര മികവോടുകൂടി കാണാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെയാണ് കലാമത്സരങ്ങൾ ഉണ്ടാവണമെന്ന് നാം ആവശ്യപ്പെടുകയും അല്ലെങ്കിൽ പറയുകയും ചെയ്തത്. അത്തരം ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചപ്പോൾ ഇവിടെ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ കുട്ടികൾ ഉന്നയിച്ചൊരു പേരാണ് ഇന്നത്തെ ആർട്സ് ഫെസ്റ്റിവലിന് നമ്മൾ കൊടുത്തത്, കലാരവം. കലാരവം എന്ന് പറഞ്ഞാൽ ലഹരിക്കെതിരെ കലയുടെ ഒരു ആരവം. അപ്പോൾ അത്തരം ഒരു കലയുടെ ആരവം തുടങ്ങുകയാണ് ഇന്ന് മുതൽ. കാരണം ഓഫ് സ്റ്റേജ് ഐറ്റംസ് പലരും കണ്ടിട്ടുണ്ടായിരുന്നില്ല. അത് നമ്മുടെ സെമിനാർ ഹാളിൽ വെച്ചായിരുന്നു. അവിടെ ചില പരിപാടിക്ക് കാണാൻ ഞാനവിടെ എത്തിച്ചേർന്നുണ്ടായിരുന്നു. കവിതാ പാരായണമൊക്കെ വളരെ മനോഹരമായിരുന്നു. നമ്മുടെ കുട്ടികളിൽ ഇത്രത്തോളം കവിതാ പാരായണത്തിൻ്റെ കഴിവുള്ളവരുണ്ട്, അല്ലെങ്കിൽ അവരുടെ കഴിവോടെ ഉറങ്ങിക്കിടക്കുന്നുണ്ട് എന്ന് കാണാൻ കഴിഞ്ഞത് ആ മത്സര സമയത്താണ്. ഇവിടെ ഇപ്പം ഇന്നു മുതൽ നടക്കുന്ന മത്സരങ്ങളിലും നാളെ രാവിലെ നടക്കുന്ന മത്സരങ്ങളിലുമായി നമ്മുടെ കുട്ടികളുടെ കലയുടെ മാറ്റുരയ്ക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് വീണ്ടും നമ്മുടെ പഴയ ആ കലാമത്സരങ്ങളുടെ ഇത് തിരിച്ചു പിടിക്കാം, എല്ലാവരും ഒറ്റക്കെട്ടായി തിരിച്ചു പിടിക്കാം എന്ന ചെറിയ അലസതയൊക്കെ നമ്മുടെ കുട്ടികൾ വിട്ട് മാറിയിട്ട് എല്ലാവരും ഈ സ്റ്റേജിൻ്റെ അടുത്തേക്ക് വരിക, കലാമത്സരങ്ങൾ കാണുക. സമയബന്ധിതമായി പരിപാടി തീർക്കേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ട് ഞാനിത് ദീർഘിപ്പിക്കുന്നില്ല.
നമ്മുടെ ഇവിടെ നടക്കുന്ന 2 ദിവസത്തെ ഫൈൻ ആർട്സ് ഡേ. 3-ാം ദിവസം നടക്കുന്നത് കോളേജ് ഡേ ആണ്. ഇവിടെ 3 ദിവസം നടക്കാൻ പോകുന്ന പരിപാടികളുടെ സ്റ്റേജ് പരിപാടികളുടെ തുടക്കമെന്നുള്ള ഫൈൻ ആർട്സ് ഡേ ഇവിടെ ഉദ്ഘാടനം ചെയ്ത് പ്രഖ്യാപിക്കുന്നു. നന്ദി, നമസ്കാരം. ബഹുമാനപ്പെട്ട ഗുരുനാഥന്മാരെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമസ്കാരം. നമ്മുടെ കോളേജിൻ്റെ ഈ വർഷത്തെ ഫൈൻ ആർട്സ് ഡേയുടെ ഔപചാരിക ഉദ്ഘാടനമാണ് ഇപ്പോൾ നടന്നത്. മത്സര ഇനങ്ങൾ മുന്നേ ആരംഭിച്ചെങ്കിലും ഇന്നാണല്ലോ നമ്മൾ ഫൈൻ ആർട്സ് ഡേ ആയിട്ട് ആഘോഷിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല കലാവിരുന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കട്ടെ. ഈ യോഗത്തിന് അധ്യക്ഷൻ വഹിച്ച രാജേന്ദ്രൻ സാറിനോടും പിന്നെ രാജേന്ദ്രൻ സാറിനോടും ഉദ്ഘാടനം ചെയ്ത നമ്മുടെ പ്രിയപ്പെട്ട പ്രിൻസിപ്പാൾ ശിവദാസൻ സാറിനോടും എൻ്റെ പേരിലും എല്ലാവരുടെ പേരിലും നന്ദി അറിയിക്കുന്നു. പിന്നെ കുറച്ച് വർഷങ്ങളായി മുടങ്ങിക്കിടന്ന ഈ ഫൈൻ ആർട്സ് ഡേ വീണ്ടും ഈ വർഷം ഒന്നുകൂടി നടത്താൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. പിന്നെ ഈ പരിപാടി നല്ല രീതിയിൽ നടത്താൻ വേണ്ടി രൂപീകരിക്കപ്പെട്ട പ്രോഗ്രാം കമ്മിറ്റിയുടെ കോ കൺവീനർമാരായ ഷിജിത് സാറും രമാ മിസ്സിനും എല്ലാവർക്കും എൻ്റെ നന്ദി അറിയിക്കുന്നു. പിന്നെ ഈ പരിപാടി നല്ല രീതിയിൽ നടത്താൻ വേണ്ടി സഹായിച്ച മറ്റ് ടീച്ചർമാർക്കും വിദ്യാർത്ഥി സുഹൃത്തുക്കൾക്കും എല്ലാവർക്കും എൻ്റെ നന്ദി അറിയിക്കുന്നു. പിന്നെ ഈ 3 ഹൗസ് ക്യാപ്റ്റന്മാർക്കും അവരുടെ കൂടെ എല്ലാ കാര്യത്തിലും നിൽക്കുന്ന കോ ക്യാപ്റ്റന്മാർക്കും എല്ലാവർക്കും ഈ പരിപാടി നല്ല രീതിയിൽ കൊണ്ടു നടത്താൻ ആശംസിക്കുന്നു. പിന്നെ അവർക്ക് വേണ്ടി നന്ദി പറയുന്നു. പിന്നെ ഈ ചടങ്ങിൽ ഇവിടെ സന്നിഹിതരായ എല്ലാവർക്കും നല്ലൊരു കലാവിരുന്ന് ആസ്വദിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഇവിടെ എത്തിയതിന് വളരെ നന്ദി. താങ്ക് യു.